ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലും അതേപോലെ എൻ്റെ ഇൻബോക്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്. നഞ്ചക്കൊണ്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നഞ്ചക്കൊണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ അടുത്തടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നഞ്ചക്കൊണ്ട് നിങ്ങളൊരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നഞ്ചക്കിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ, ഡിഫെൻഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മാർഷൽ ടെക്കിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിപിൻ പി ബെന്നി. നഞ്ചക്കിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ഈ നഞ്ചക്ക് എന്ന സാധനം നമുക്ക് മാർഷൽ ആർട്സ് സ്കില്ലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം, ഒരു ഡെമോക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ്സുകളിൽ പ്രാക്ടീസ് ചെയ്യാം. അതല്ലാണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ടൂർണമെൻറ്റുകളും ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ട്രഡീഷണൽ വെപ്പണാണ്. പക്ഷേ ഈ സാധനം നമ്മൾ കയ്യിൽ കൊണ്ടെടുക്കാനോ ഇത് വെച്ച് ആരും ഉപദ്രവിക്കാനോ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. ഒരു കാരണവശാലും ഈ സാധനം നിങ്ങൾ കയ്യിൽ കൊണ്ടുനടക്കുകയോ അതേപോലെ തന്നെ സ്കൂളുകളിൽ ചില വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ വരെ കൊണ്ടുപോകുന്നുണ്ടെന്ന് നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കുട്ടികളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും ഈ സാധനം പുറമെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പണിഷബിൾ ഒഫൻസാണ്. നിങ്ങളുടെ പേരിൽ തീർച്ചയായിട്ടും പോലീസ് കേസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. സിനിമയോ കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കരുത്. ഇപ്പോൾ നമ്മളോട് ചെയ്യാൻ പോകണം, ഇനി ആരെങ്കിലും നിങ്ങൾ നഞ്ചക്ക് വെച്ചിട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നഞ്ചക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ രണ്ട് രീതിയാണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ നേരെ ഒരാളെ അടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ നോക്കാം. നമ്മൾ അടിക്കാൻ വരുവാണെങ്കിൽ കണ്ടോ, നമുക്കതിൽ നിന്ന് മാറി പെട്ടെന്ന് പുറകിലേക്ക് മാറി ഓടിപ്പോവാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ കാമായിട്ട് നിൽക്കുക. കാരണം നഞ്ചക്കിൻ്റെ അടുത്ത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നഞ്ചക്ക് വളരെ ഫാസ്റ്റായ ഒരു വെപ്പണാണ്, വളരെ ക്യുക്കായിട്ട് അടി വരും. നമുക്ക് നനങ്ങാൻ പറ്റുന്നേക്കുമ്പോൾ അടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ പ്രൊവോക്ക് ചെയ്യാണ്ട് പരമാവധി നമ്മൾ കാമായിട്ട്, അല്ലേ സോറി ബ്രോ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരമാവധി കാമായിട്ട് നമ്മൾ ആ പ്രശ്നം പറഞ്ഞ് തീർക്കാൻ നിൽക്കുന്ന രീതിയിൽ പരമാവധി അടുത്ത് നിൽക്കുക, ക്ലോസ് റേഞ്ചിൽ ചെല്ലുക. മനസ്സിലായോ? ക്ലോസ് റേഞ്ചിൽ ചെല്ലുക. കാരണം ഇവിടെ നമ്മൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അടിക്കും, നമ്മൾ കൊള്ളണ്ടിയും വരും. സോ അത് കാരണം നമ്മൾ പരമാവധി പ്രൊവോക്ക് ചെയ്യാണ്ട് ക്ലോസ് റേഞ്ചിൽ ചെല്ലുക. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ സർപ്രൈസിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റപ്പിടുത്തം പിടിക്കുക. കയറി ഇങ്ങനെ വട്ടം കയറി പിടിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നഞ്ചക്കുച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതായത് കുതിർ കഴിഞ്ഞാലും വിടത് കണ്ടോ, നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് ഗ്രിപ്പ് പിടിച്ചേക്കാണ്. ഇങ്ങനെ പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നേരെ കണ്ടോ ഒരു സ്ട്രൈക്കിങ് പിടിക്കുക, നേരെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു കാല് തട്ടി മുളയ്ക്കുക. അറ്റാക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നഞ്ചക്ക് പിടിച്ച് പഠിക്കാം. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നേരെ ഓടി രക്ഷപ്പെട്ട് പോവുകയെങ്കിലും ചെയ്യാം. ഈ രീതിയിലാണ് അറ്റാക്ക് ചെയ്യാവുള്ളൂ. ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, അതായത് നമ്മൾ നേരെ ക്ലോസ് റേഞ്ച് ചെല്ലുന്നു. ആൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ വളരെ കാമായിട്ട് ക്ലോസ് റേഞ്ച് ചെല്ലുന്നു. ആൾ ആക്രമിക്കുന്ന ഒരു പ്രതീക്ഷയും കൊടുക്കാത്ത രീതിയിൽ വേണം കയറി ചെല്ലാനായിട്ട്. നമ്മൾ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ചെല്ലുന്ന രീതിയിൽ. എന്നിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്യുക്കായിട്ട് കയറി വട്ടം പിടിക്കുക. കണ്ടോ, ഞാൻ പിടിച്ചേക്കണം കണ്ടോ, ഒന്ന് ഇങ്ങനെ പിടിക്കുക, അതിൽ ഇങ്ങനെ പിടിക്കുക. ഈ ഗ്രിപ്പ് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇവിടുന്ന് പിടിച്ചു, അതിനുശേഷം ആളെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കാലും കൊണ്ട് ആളുടെ കാല് തട്ടിമറിക്കുക, താഴെ ഇടുക. വേണമെങ്കിൽ ഹിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നഞ്ചക്ക് പിടിച്ച് മേടിക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ നഞ്ചക്കിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ട വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശവും തീർച്ചയായിട്ടും കമൻറ്റ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്തും ഫോളോ ചെയ്തും കൂടെ കൂടുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ള വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ഞാൻ ബിപിൻ പി ബെന്നി സൈനിങ് ഔട്ട്.